ക്ഷേത്രങ്ങളെ, ക്ഷേത്രം ക്ഷയാത് ത്രായത് ഇതി ക്ഷേത്ര, നാശത്തിൽ നിന്ന് നമ്മെ മുക്തമാക്കുന്ന ഇടം. നാശം ആത്മീയമാകാം, ലൗകികമാകാം, ദാമ്പത്യമാകാം, കുടുംബപരമായിട്ടാകാം, മാനസികമായിട്ടാകാം, സാമ്പത്തികമായിട്ടാകാം. ഒരു മനുഷ്യന് ഏതെങ്കിലും രീതിയിലൊരു നാശം വന്നാൽ അവൻ അതിനുവേണ്ടി ആശ്രയിക്കുന്ന ക്ഷേത്രം. ഗർഭഗൃഹ ശിരപ്രോക്തം മന്ത്രാളം മുഖം തഥാ സുഖാസനം വെളശൈവ ബാഹുശൈവാർത്ഥ മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാൽ പ്രാകാരം ജാനുജംഗയോ ഗോപുരം ദേവപാദം സ്യാത് ദേഹം ക്ഷേത്രം തഥാ. മനുഷ്യ ശരീര നിർമ്മാണ പ്രമാണാകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിലേക്ക് ഒരുവൻ കടന്നു കയറി ചെന്ന് അവന്റെ നാശത്തെ ഇല്ലാതാക്കാൻ അവൻ തീരുമാനിച്ചാൽ, അവന്റെ നാശമില്ലാതായാൽ അവൻ മുന്നോട്ട് പോകുമെന്ന് തിരിച്ചറിയുന്നവൻ ക്ഷേത്രം ഇല്ലാതാക്കാൻ ശ്രമിക്കും, മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. നമ്മൾ തിരിച്ചറിയേണ്ട, നമ്മളെ കൺമുന്നിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭീകരാക്രമണങ്ങളെ തടയാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. തോക്കുകൊണ്ടും മിസൈൽ കൊണ്ടും മറ്റു രീതിയിലും തലവെട്ടിക്കൊന്നും നടത്തുന്ന അപകടത്തെക്കാളും വലുതാണ് നമുക്ക് കൺമുന്നിൽ, നമ്മളുടെ കൺമുന്നിലൂടെ വളർന്നു വരുന്ന തലമുറയെ ഇല്ലാതാക്കുന്ന തീവ്രവാദമെന്ന് നമ്മൾ തിരിച്ചറിയണം.